മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ഗുരുദേവോ ഭവ. കുറുങ്ങാട്ടുകാവിലമ്മേ ശരണം. എൻ്റെ ഈ എളിയ സംരംഭത്തിന് നിങ്ങൾ തരുന്ന സഹകരണത്തിന് വളരെ വളരെ നന്ദി പറയുന്നു. ഇത് എൻ്റെ നാലാമത്തെ വീഡിയോ, അസ്ട്രോളജി സംബന്ധമായ വീഡിയോ ആണ്. നമ്മളിന്ന് ഇതിൽ പ്രതിപാദിക്കുന്നത് തിഥിയെ പറ്റിയാണ്. എന്താണ് തിഥി? തിഥി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജ്യോതിഷത്തിൽ പൊതുവെ പഞ്ചാംഗം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതായത് ദിവസം, തിഥി, യോഗം, കരണം, നക്ഷത്രം എന്നിവയുടെ ഒരു 5 അംഗങ്ങളാണ് ഈ പഞ്ചാംഗത്തിലുള്ളത്. ഇതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ചാന്ദ്രമാസം എന്നൊക്കെ പറയാറില്ലേ, ചാന്ദ്രമാസത്തിലെ നാളുകൾ, അതായത് 30 നാളുകളുണ്ട് ചാന്ദ്രമാസത്തിൽ. ആണ് 30 തിഥികൾ. അതായത് പൗർണമി മുതൽ അമാവാസി വരെ, അമാവാസി മുതൽ വീണ്ടും പൗർണമി വരെ, അങ്ങനെയുള്ള 30 ദിവസങ്ങളാണ് നമ്മൾ ഈ തിഥിയായിട്ട് എടുത്തിരിക്കുന്നത്. ഈ തിഥി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളുടെ നമ്മൾ മരണനാളുകൾ എടുക്കുമ്പോഴും അതല്ലെങ്കിൽ മരണദോഷങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ മാറ്റാൻ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നക്ഷത്രത്തേക്കാൾ കൂടുതൽ തിഥിക്കാണ് പ്രാധാന്യം. ഇനി ഈ തിഥിയിൽ എന്താണ് തിഥി ശൂന്യം എന്ന് പറയുന്നത്? അതായത് തിഥി ഇല്ലാത്തത്. തിഥി എന്ന് പറയുന്നത് പിതൃകാരകനായ സൂര്യനും മാതൃകാരകനായ ചന്ദ്രനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ജാതകത്തിൽ സൂര്യൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നോ, അതുപോലെ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നോ, രാശി ടെക്നിങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അത് തമ്മിലുള്ള ദൂരത്തെയാണ് നമ്മൾ തിഥിയിൽ കണക്കാക്കുന്നത്. ഈ തിഥി വന്നിട്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ജാതകത്തിൽ, അതായത് ഒരു കുട്ടി ജനിക്കുമ്പം ആ ജാതകത്തിലുള്ള അതായത് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ഈ വ്യത്യാസം, നക്ഷത്രങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ചില രാശികളെ വന്നിട്ട് സൂര്യരശ്മി വന്നിട്ട് കംപ്ലീറ്റായിട്ട് മറയ്ക്കുകയോ അല്ലെങ്കിൽ ബലഹീനമായിട്ടോ കാണപ്പെടുന്നുണ്ട്. അത് റേസ് കംപ്ലീറ്റായിട്ട് അവിടെ പോവില്ല. ഈ 2 ഭാവങ്ങളാണ്, ഈ ഭാവങ്ങൾ 2 ഭാവങ്ങളാകാം, 4 ഭാവങ്ങളാകാം. അത് വന്നിട്ട് അതിനെയാണ് നമ്മൾ തിഥി ശൂന്യം എന്ന് പറയുന്നത്. ഈ തിഥി ശൂന്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ ഭാവങ്ങളെ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഉദാഹരണമായിട്ട് ലഗ്നഭാവം തിഥി ശൂന്യത്തിൽ പെട്ടെന്ന് വെച്ചോ. ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, സെൽഫാണ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ ഈ തിഥി ശൂന്യം എന്ത് ബാധിക്കും? നമ്മളെ തന്നെ ആയിരിക്കും ബാധിക്കുന്നത്. ഇപ്പോൾ 2ാം ഭാവത്തെ ബാധിക്കും. 2ാം ഭാവം എന്ന് വെച്ചോ നമ്മുടെ കുടുംബത്തെ ബാധിക്കും. അത് 3ാം ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പരിശ്രമത്തെ ബാധിക്കും. 4ാം ഭാവം കുടുംബത്തെ ബാധിക്കും. 5ാം ഭാവം കുഞ്ഞുങ്ങളെ ബാധിക്കും. 6ാം ഭാവം രോഗങ്ങളോ കടങ്ങളോ ഒക്കെ ഉണ്ടാക്കാം. 7ാം ഭാവം നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് നമ്മുടെ കസ്റ്റമേഴ്സ്. അങ്ങനെ ഓരോ ഭാവത്തിൻ്റേതായിട്ടുള്ള ഓരോ ഭാവത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, ഓരോ ഇതുണ്ട്, അസൈൻമെൻ്റ് ഉണ്ട്. ഇതിനെ ബാധിക്കും. അതുകൊണ്ടാണ് പലർക്കും പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഗണ്ടാന്തം എന്ന് പറയുന്നില്ല, അതേമാതിരി ഈ തിഥി ശൂന്യവും പലർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മളതുകൊണ്ട് നമ്മൾ ജനിച്ച തിഥി ഏതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ഒരു ജ്യോതിഷനെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ആ തിഥി ഏതാണെന്ന് മനസ്സിലാക്കി ആ തിഥി എതിനെയാണ്, അതിന് തിഥി ശൂന്യം, ഓരോ തിഥിക്കും ഓരോ ശൂന്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ത്രയോദശി എന്നേ ഉദ്ദേശിച്ചോളൂ. ത്രയോദശി എന്ന് പറയുന്ന ഒരു തിഥിക്ക് ഇടവം അതുപോലെ ചിങ്ങം 2 രാശികൾ തിഥിശൂന്യമാണ്. ഇത് നമ്മുടെ ആചാര്യന്മാരാൽ നമുക്ക് എഴുതപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ വേദങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ 2 ഇത് വന്ന് നമ്മുടെ ലഗ്നത്തിൻ്റെ, അപ്പോൾ ഉദാഹരണമായിട്ട് മിഥുന ലഗ്നം എന്ന് വെച്ചോളൂ. മിഥുന ലഗ്നത്തിൻ്റെ 3ാം ഭാവമാണ് ചിങ്ങം, അതുപോലെ 12ാം ഭാവമാണ് ഇടവം. അപ്പോൾ 3ഉം 12ഉം അവിടെ ബാധിക്കപ്പെടുകയാണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, പരിശ്രമത്തെ ബാധിക്കും. ഈ ജാതകൻ്റെ പരിശ്രമങ്ങളെല്ലാം വിഫലമാകും, അല്ലെങ്കിൽ എല്ലാം വിഫലമായില്ലെങ്കിലും അതിന് മറ്റ് ഒരു കിട്ടേണ്ട ആ ഒരു ഫലം കിട്ടില്ല. അതുപോലെ 12ാം ഭാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അയന ശയന ഭോഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മളുടെ ഉറക്കത്തെ പോലും
ഉറക്കം, മോക്ഷം ഇതിനെയൊക്കെ ബാധിക്കുന്നതാണ് 12ാം ഭാവം. 12ാം ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ജാതകത്തിലെ 12ാം ഭാവം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഭാവമാണ്. കാരണം 12ാം ഭാവം എന്ന് പറയുന്നത് ഈ ലഗ്നത്തിൻ്റെ 12ആണ്. 1ൻ്റെ 12ആണ് 12ാം ഭാവം. അത് നമുക്ക് കൂടുതൽ പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ അത് എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1ാം ഭാവത്തിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലഗ്നത്തെ ആക്ടിവേറ്റ് നമ്മളെ തന്നെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 12ാം ഭാവം ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ 1ാം ഭാവത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഈ തിഥിശൂന്യത്താൽ നമ്മൾക്ക് കാണപ്പെടുന്നുണ്ട്. ഇതിനെന്താ പരിഹാരമെന്ന് ചോദിച്ചാൽ, പരിഹാരം ആത്മീയ പരിഹാരങ്ങളുണ്ട്, കാർമ്മിക പരിഹാരങ്ങളുണ്ട്. ആത്മീയ പരിഹാരം എപ്പോഴും വന്ന് കാർമ്മിക പരിഹാരത്തേക്കാൾ ശക്തിയുണ്ട്. കാരണം കർമ്മപഥത്തിൽ കൂടി നമ്മൾ ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് നിരന്തരമായിട്ട് ആ കർമ്മങ്ങൾ നമ്മൾ ആ രീതിയിൽ ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങളും കാണും. നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഒരു പർട്ടിക്കുലറായിട്ട് ടൈമിൽ പർട്ടിക്കുലറായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആത്മീയ പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാം. ആത്മീയ പരിഹാരം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള ആത്മീയ പരിഹാരമായിരിക്കണം. ഇപ്പോൾ ഈ ത്രയോദശി തന്നെ നമുക്കെടുക്കാം. ത്രയോദശി എന്ന് പറയുന്ന തിഥിക്ക് പരിഹാരം വന്നിട്ട് ബ്രഹ്മശിരകണ്ഠീശ്വരർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് തഞ്ചാവൂർ അമ്പലമുണ്ട്. ബ്രഹ്മശിരകണ്ഠീശ്വരർ ടെമ്പിൾ. ഇവിടെ നമ്മൾ ശുക്ലത്രയോദശിയിൽ ജനിച്ചാൽ കൃഷ്ണത്രയോദശി പോകണം. അഥവാ കൃഷ്ണത്രയോദശിയിലാണ് നമ്മുടെ ജന്മമെങ്കിൽ, നമ്മുടെ തിഥിയെങ്കിൽ ശുക്ലത്രയോദശി, അതായത് ഓപ്പോസിറ്റായിട്ടുള്ള തിഥിയിൽ പോയിട്ട് നമ്മുടെ വയസ്സിനനുസരിച്ചുള്ള ദീപം കൊളുത്തുക, അവിടെ പൂജ ചെയ്യുക. ഇതിനൊന്നും വലിയ ചിലവുള്ള കാര്യമല്ല. ഒരു പൂജ ചെയ്യണം, അവിടെ അവിടെ ആ സമയത്ത് പോകണം, ഇതൊക്കെ ചെയ്യണം. ഇതെന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ, ആ സമയത്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ സൂര്യൻ, അതായത് ശിവൻ്റെ അമ്പലമാണത് കേട്ടോ. അപ്പോൾ പൂർണ്ണമായിട്ട് ആ ശിവൻ്റെ ആ എനർജി, അതായത് സൂര്യൻ്റെ പിതൃകാരകനായ സൂര്യൻ്റെ ആ എനർജി വന്നിട്ട് നമുക്ക് മറയുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞില്ലേ 12, 3 എന്ന് ഉദ്ദേശിക്കുന്നില്ലേ, അവിടെ നമുക്ക് തിരിച്ച് കുറച്ച് കിട്ടാൻ തുടങ്ങും. ഇത് വന്നിട്ട് തീർച്ചയായിട്ടും നമുക്കൊരു ചെറിയ മാറ്റത്തേക്ക് വരും. അത് നമുക്ക് എത്ര വയസ്സുണ്ടോ, ഉദാഹരണമായിട്ട് ഒരു 48 വയസ്സുള്ള ഒരാളാണെങ്കിൽ 48/12, അതായത് ഒരു രാശി കംപ്ലീറ്റ് 12 ഭാവങ്ങളാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് 4 പ്രാവശ്യമെങ്കിലും മിനിമം നമ്മളവിടെ പോയി, 4 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് 4 മാസങ്ങളാകാം, 4 വർഷങ്ങളാകാം. നമുക്കവിടെ പോയിട്ട് ഇത് ചെയ്തു വന്നാൽ തീർച്ചയായിട്ടും നമുക്കൊരു 70 മുതൽ 80% വരെ തിഥിശൂന്യ ദോഷങ്ങൾ കൊണ്ടുള്ള അത് പരിഹരിക്കാം. രണ്ടാമത് നമ്മൾ പറയുന്നില്ല കാർമിക് പരിഹാരം എന്ന് പറയുന്നത്, അത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പരിഹാരങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ ചിങ്ങം, ഇടവം രണ്ടല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എക്സാമ്പിൾ അതല്ലേ. അപ്പോൾ ചിങ്ങത്തിൻ്റെ അധിപൻ വന്നിട്ട് സൂര്യനാണ്, അതുപോലെ ഇടവത്തിൻ്റേത് വന്നിട്ട് ശുക്രനുമാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യന് നമുക്ക് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞുകൊണ്ട്, സൂര്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോതമ്പ്, ധാന്യത്തിൽപ്പെട്ടത് ഗോതമ്പാണ്. ശുക്രന് പഞ്ചസാരയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ദേഹത്തെ പർട്ടിക്കുലർ ടൈമിൽ ഈ പറഞ്ഞ പിന്നെ തിഥി വരുന്ന സമയത്ത് നമ്മളിതിനെ ഗ്രൈൻഡ് ചെയ്ത്, അതായത് അരച്ച്, പിന്നെ ഈ ഗോതമ്പും പിന്നെ പഞ്ചസാരയും കൂടി ചതച്ച പൊടിയില്ലേ, ഇത് വന്നിട്ട് ഉറുമ്പുകൾക്ക്, കാരണം ഉറുമ്പാകുമ്പം ഒരു ചെറിയ പൊടി എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു സ്പൂണ് പൊടി ഇട്ട് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഉറുമ്പുകൾ അതെടുക്കും. അത് അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ തിഥിശൂന്യ ദോഷം മാറും. ഇതാണ് ഇതിനകത്തെ താന്ത്രികമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ്. അത് വന്നിട്ട് പണ്ട് നമ്മുടെ പുരാതനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് കോലം ഇടുമായിരുന്നു. മുറ്റത്ത് കോലം ഇടുമ്പം ശരിക്കും പച്ചരിപ്പൊടിയാണ് ഇടേണ്ടത്. ഇപ്പോഴത്തെ ഈ കളറ് പൊടിയല്ല ഇടേണ്ടത്, പച്ചരിപ്പൊടി. അതിൽ പറ്റുമെങ്കിൽ മധുരം ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഉറുമ്പുകൾ അത് എടുത്തിട്ട് പോകെ നമ്മൾ ഒരു അന്നദാനം ചെയ്തതിന് സമമാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. അതാണ് ഈ നമ്മുടെ വീടുകളുടെ മുമ്പിലൊക്കെ പണ്ട് നമ്മൾ ചെയ്യാറില്ലേ, കോലമൊക്കെ ഇടാറുണ്ടായിരുന്നു. ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ അത് ചെയ്യുന്നതായി തോന്നുന്നുണ്ട്, പക്ഷേ കേരളത്തിൽ വളരെ പരിമിതമാണ്. പക്ഷേ ഇതാണ് കാരണം ഇതിന്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ ആസ്പെക്റ്റുകൾ, ഈ തിഥിശൂന്യത്തിൻ്റെത് വന്നിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അത് കുറച്ച് നമുക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പിന്നെ ഇത് മേൽപ്പറഞ്ഞ വിശകലനം വളരെ പരിമിതമാണ്. വീഡിയോയുടെ ദൈർഘ്യം പരിഗണിച്ചാണ് ഞാനിത് ചുരുക്കുന്നത് കേട്ടോ. തൽക്കാലം ഞാനിത് ഉപസംഹരിക്കുകയാണ്.
ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലേക്ക് വാട്സപ്പ് അയയ്ക്കും. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഷെയറും നിങ്ങളുടെ ഈ ലൈക്കും എനിക്ക് വളരെ പ്രയോജനപ്പെടും, എനിക്ക് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു ചെറിയ ഒരു അറിവായിരിക്കാം, പക്ഷേ അത് വളരെ ആൾക്കാർക്ക് പ്രയോജനം ചെയ്യും. എന്തെന്നാൽ ഈ തിരിശൂന്യം വന്നിട്ട് നമ്മുടെ ജാതകത്തിൽ തിരിശൂന്യ ദോഷം നോക്കുക എന്നൊക്കെ ഉള്ളത് വളരെ പരിമിതമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ ഇത് വേണ്ടിയ മാതിരി ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.